മാസി ഇന്നുണ്ടാക്കാൻ വരാൻ ലേറ്റ് ആയോ? ആ കുറച്ച് ലേറ്റായി. അല്ല മഹിയേട്ടനെങ്ങനെ? ഇതറിഞ്ഞല്ലേ, താൻ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. കുഞ്ഞിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ രാവിലെ മനുവിനെ വിളിച്ചപ്പോ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞ. ഇന്നലെ രാത്രിയിൽ രണ്ടും കൂടെ എന്തായി കാണുമെന്തോ. അല്ലെങ്കിലും രണ്ടും കൂടെ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ, രണ്ടുപേരും കൂടെ തന്നെ തീർക്കട്ടെ. ആ എന്നാ മഹിയേട്ടാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നട തുറക്കാറായി. തനിക്കിപ്പോഴും എന്നോട് പഴയ പോലെ സംസാരിക്കാൻ താല്പര്യമില്ല അല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല മഹിയേട്ടാ, ഞാനിപ്പോ മഹിയേട്ടനോട് സംസാരിച്ചില്ലേ. എങ്ങനെയാണോ നീ പണ്ട് തൊട്ട് എന്നോട് സംസാരിച്ചിരുന്നത്? അത് മഹിയേട്ടാ എനിക്ക് പേടിയാ മഹിയേട്ടാ. ഇപ്പൊ ഒറ്റയ്ക്ക് വീടിന് വെളിയിൽ ഇറങ്ങാനുള്ള ഫ്രീഡം എങ്കിലും കിട്ടുന്നുണ്ട്. അമ്മ എങ്ങാനും ഇതൊക്കെ അറിഞ്ഞ പിന്നെ ഞാൻ തിരിച്ചു പോകുന്ന വരെ പുറലോകം കാണില്ല. അമ്മയ്ക്ക് അത്രയ്ക്ക് വാശിയാ. എല്ലാം മഹിയേട്ടന് അറിയാവുന്നതല്ലേ. ഇപ്പൊ തന്നെ നമ്മളെ അറിയാവുന്ന ഒത്തിരി പേര് ഈ അമ്പലത്തിൽ തന്നെയുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മ ഇതൊക്കെ അറിഞ്ഞ, അമ്മ മാത്രമല്ല അനിയമ്മാവനും അറിഞ്ഞ പിന്നെ മഹിയേട്ടനാവും അതിന്റെ പ്രശ്നം. അത് വേണ്ട, എനിക്കറിയാം. എനിക്കെന്ത് പ്രശ്നം വന്നാലും ഞാനത് സഹിക്കും. പക്ഷെ നിനക്ക് അതെനിക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല. താൻ നടന്നു, നമുക്ക് ഓഫീസിൽ കാണാം. അല്ല എനിക്ക് വഴിപാട് മേടിക്കണം. ആ എനിക്കുണ്ട്. എന്നാ എളുപ്പം വഴിപാട് മേടിച്ചിട്ട് പോയിക്കോ. വരൂ കുട്ടികളെ. എന്താ കുട്ടിയെ അങ്ങ് മാറി നിക്കണേ? അങ്ങ് ചേർന്ന് നിന്നോളൂ. പ്രസാദം മേടിച്ചോളൂ. തിരുമേനി, ഞങ്ങൾക്കും പൂജയുണ്ടായിരുന്നു. അതിന് നിക്കിവിടെ ഒരു മംഗല്യ പൂജയുടെ രസീത് കിട്ടിയിട്ടുള്ളല്ലോ. ഇവരുടെ മംഗല്യ പൂജ നാം ചെയ്തല്ലോ. മംഗല്യ പൂജയോ? അല്ല തിരുമേനി, ഞങ്ങളുടെ മംഗല്യ പൂജയല്ല, വെറും പുഷ്പാഞ്ജലി മാത്രം. ഈ എന്റെ ഭഗവതി, അബദ്ധം വെച്ചല്ലോ കുട്ടികളെ. എന്നോട് ക്ഷമിക്ക. നിങ്ങളുടെ മംഗല്യ പൂജയാണെന്ന് കരുതി നിങ്ങൾ എന്നോട് ക്ഷമിക്കും മക്കളെ. എന്തായാലും ചെയ്ത പൂജ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഭഗവതി എന്നോട് ക്ഷമിക്കട്ടെ. എന്തായാലും ദൈവനിശ്ചയം എന്നതുണ്ട്, അതുപോലെ നടക്കൂ. പേടിക്കേണ്ട, ഉള്ളൊരുക്കി വിളിച്ചോളൂ. ദേവി കേൾക്കാണ്ടിരിക്കില്ല. ഒരുമിക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കൂ, മറിച്ചാണെങ്കിൽ അങ്ങനെ. എന്തായാലും തന്ന പ്രസാദം കയ്യിൽ വെച്ചോളൂ. അവർക്ക് ഞാൻ വേറെ കൊടുത്തോളാം. മഹിയേട്ടാ, തിരുമേനി തന്ന പ്രസാദം. എന്തായാലും താൻ പേടിക്കണ്ടോ. തന്റെ സമ്മതമില്ലാതെ ഞാൻ തന്നെ കല്യാണം കഴിക്കില്ല. അത് എന്റെ ഉറപ്പ്. എന്നാ ഞാൻ പോട്ടെ, ഓഫീസിൽ കാണാം.
ഷെടാ, ഇതിപ്പോ എത്ര നേരമായി ഞാൻ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് അവള് വരുന്നുമില്ല. ഇനി വരുമ്പോ ഞാനെങ്ങാനും ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് കരഞ്ഞു കൂവി ബഹളം വെച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാരും അറിയിപ്പിക്കും. ഹോ, ഇവിടെ ഉടനെ ഒന്നും വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇനി ഇവിടെ നിന്നാ ചിലപ്പോ അനു അമ്മയ്ക്ക് ഡൗട്ട് അടിക്കും. അവളെ ഞാൻ പിന്നെ എങ്ങാനും വന്ന് കണ്ടോളാം. ആ വന്നോ? നീ എന്താ താമസിച്ചേ? ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? എന്താന്ന്? ഓ, ഞാൻ അങ്ങോട്ട് വരാം. അതെ, അവർ ഇത്രയും നേരം മേലുണ്ടായിരുന്നു. അതാ ഞാൻ ലേറ്റ് ആയേ. കുഞ്ഞിട്ടം വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ഒട്ടും ലേറ്റ് ആയില്ല. ഞാനിപ്പോ രണ്ടാമത്തെ ട്രിപ്പ് കഴിക്കേണ്ട സമയം കഴിഞ്ഞു. വന്നിട്ട് ലേറ്റ് ആയെന്ന് പോലും. ഇങ്ങനെ പിണങ്ങാതെ കുഞ്ഞൂട്ടാ, അവരുള്ളോണ്ടല്ലേ. സോറി. എന്നാ ചോക്ലേറ്റ്. എന്താടാ കുഞ്ഞൂട്ടാ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഈ ചോക്ലേറ്റ് അങ്ങ് വാങ്ങിട്ട് എന്റെ ബനാന മിൽക്ക് ഇങ്ങതാ. അത് ഞാനിന്ന് ബനാന മിൽക്ക് എടുത്തില്ല. എടുത്തില്ലേ? അതെന്താ? അതെന്താന്ന് ചോദിച്ചാ നിനക്ക് കുഞ്ഞേച്ചിയുടെ സ്വഭാവം അറിയാത്തോണ്ടാ. കറക്റ്റ് എണ്ണ എത്ര ഉണ്ടായിരുന്നു എന്ന് കുഞ്ഞേച്ചിക്ക് നല്ലോണം അറിയാം. അതിലൊന്നും കുറഞ്ഞ പോലും കുഞ്ഞേച്ചി കണ്ടുപിടിക്കും. ഇതിപ്പോ ഞാൻ അതിൽ നിന്ന് ഇപ്പൊ തന്നെ 3-4 എണ്ണ എടുത്തു. ഇനി എടുക്കാൻ എനിക്ക് പേടിയാ പപ്പി. അപ്പൊ ഇനി ബനാന മിൽക്ക് ഇല്ലേ? ഇല്ല. എനിക്ക് ബനാന മിൽക്ക് വേണം. എനിക്ക് ബനാന മിൽക്ക് ഇപ്പൊ വേണം. നീ ഇങ്ങനെ വാശി പിടിക്കല്ല പപ്പി, അതിനെ എടുക്കാൻ പറ്റില്ല. പറ്റത്തില്ല, എനിക്ക് ബനാന മിൽക്ക് വേണം. അയ്യോ, എന്റെ ബനാന മിൽക്ക്. ഞാൻ പറഞ്ഞില്ലേ പപ്പി, അതിനെ എടുക്കാൻ പറ്റില്ല. അതെന്താ പറ്റാത്തെ? എനിക്ക് ഇപ്പൊ വേണം. അപ്പൊ കുഞ്ഞുട്ട് എന്നെ ഇഷ്ടല്ലേ? എനിക്കറിയാം. പപ്പി നീ ഇങ്ങനെ കരയില്ലേ? എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടല്ല ഞാൻ ഇത്ര നേരം നിന്നെ വെയിറ്റ് ചെയ്യുന്നേ. എന്ന് പറ, എന്നെയാണോ കുഞ്ഞേച്ചിയാണോ കുഞ്ഞുട്ടിന് ഇഷ്ടം? അങ്ങനെയൊക്കെ ചോദിച്ചാ അങ്ങനെയൊക്കെ ചോദിക്കും. പറ കുഞ്ഞുട്ട, ആരെയാ കൂടുതൽ ഇഷ്ടം? അത് അപ്പൊ നിനക്ക് കുഞ്ഞേച്ചിയാ ഇഷ്ടല്ലേ? എനിക്കറിയായിരുന്നു നീ എന്നെ പറ്റിക്കുമെന്ന്. എന്റെ മനുവേട്ടൻ എന്നോട് അന്നേ പറഞ്ഞതാ നീ നിന്റെ കുഞ്ഞേച്ചി ഒന്നും കൊള്ളില്ലെന്ന്. എന്റെ കുഞ്ഞേച്ചി കൊള്ളില്ലെന്ന് പറയാൻ നിന്റെ മനുവേട്ടനാരാ? അങ്ങനെ കൊള്ളാത്തവൻ. എന്റെ മനുവേട്ടൻ പറഞ്ഞുണ്ടല്ലോ. പറയും, ഇനിയും പറയും. നിന്റെ മനുവേട്ടൻ ലോകം ഉടായിപ്പ. ഈ കോട്ടപ്പുറത്തെ ഋത്തിക് റോഷനാണ് അങ്ങേരുടെ വിചാരം. പിന്നെ നിന്റെ കുഞ്ഞേച്ചി വലിയ ഐശ്വര്യമാണല്ലോ. ഐശ്വര്യക്ക് എന്ത്? എന്റെ കുഞ്ഞേച്ചി അതില് സുന്ദരിയാടി. പിന്നെ കണ്ടേച്ചാലും മതി. വേണ്ട, നീ കാണണ്ട, ഞാൻ കണ്ടോളാം. നീ കണ്ടോ? അല്ലേലും എനിക്കറിയായിരുന്നു എനിക്കിത് തന്നെ വേണം. മര്യാദക്ക് ഞാൻ തന്നെ ചോക്ലേറ്റ്സ് ഒക്കെ തീച്ചു തന്നോ. എന്നാ പിടിച്ചോ, ആർക്ക് വേണം നിന്റെ ചോക്ലേറ്റ്സ്? ഓഹോ, അപ്പൊ അങ്ങനെയല്ലേ? നീ പോടാ കുഞ്ഞുട്ടാ. ഞാൻ പോവാ. നിന്നോട് കുറച്ച് ഇഷ്ടം ഉണ്ടായിപ്പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ കൊണ്ടേ നിന്നെ പിടിച്ച് വല്ല പൊട്ടക്കിണറ്റിലും തള്ളിയിട്ട് ഞാൻ ആ റോസിയുടെ കൂടെ പോയനെ. എനിക്ക് എന്നോട് ആ ബനാന മിൽക്കിന്റെ ഇഷ്ടം മാത്രമുള്ളടി. അപ്പൊ നീ എന്നെ പൊട്ടക്കിണറ്റിലിടല്ലേടാ? നീ ചെല്ല്, റോസി പോയിട്ട് ഒരു പട്ടുകുറുക്കം പോലും നിന്റെ അടുത്ത് വരില്ലടാ. നോക്കാം. നോക്ക്. കുഞ്ഞുണ്ടൻ ചീത്ത, എനിക്ക് ഇഷ്ടല്ല അവന്. മാധവിയമ്മേ, മാധവിയമ്മേ, ഇതെവിടെ പോയി? ശേ, മാളുവാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നതുമില്ല. കുഞ്ഞൂട്ടാ, കുഞ്ഞൂട്ടാ, ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയെന്തോ? ഇവിടെ ആരും ഇല്ലേ? ഓ, കുഞ്ഞെ വിളിച്ചു.
വിളിച്ചായിരുന്നോ? എന്താ മാധവ്യമേ ഇത്? ഞാൻ നിങ്ങളെ എത്ര നേരം കൊണ്ട് വിളിക്ക, എവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ തോട്ടത്തില്. ഈ നേരമില്ലാത്ത നേരത്ത് നിങ്ങൾ എന്തിനാ ഇപ്പൊ തോട്ടത്തിൽ പോയി നിൽക്കുന്നേ? എനിക്ക് നേരത്തെ പോണോന്ന് അറിയില്ലേ? എനിക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക. ആ ശരി കുഞ്ഞെ. അല്ല മാധവമ്മേ, മാളു അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലേ? ഇല്ല കുഞ്ഞെ. ഈ കുട്ടി ഇത് എവിടെയാ വെറുതെ മനുഷ്യൻ ടെൻഷൻ ആക്കാനായിട്ട്? ആ തർക്കം കഴിഞ്ഞ് വന്നോ? കുഞ്ഞുണ്ടാ, നീ ഇത് എവിടെയായിരുന്നു? ഞാൻ എവിടെയല്ല നിന്നെ അന്വേഷിച്ചു നടന്നു. രാവിലെ തന്നെ അനുവമ്മ അപ്പൊരു ദേഷ്യത്തിലാണല്ലോ. ഇതെന്താ രാവിലെ എല്ലാരും എന്നോട് എന്നെ വഴക്കുണ്ടാക്കുന്നത്? നിന്റെ കറക്കം ഇത്തിരി കൂടുന്നുണ്ട്. കുഞ്ഞു ഇങ്ങോട്ട് വരട്ടെ, നിന്നെ പിടിച്ച് പൂട്ടിയിടാൻ ഞാൻ പറയുന്നുണ്ട്. ഓ എന്റെ അനുവമ്മ, ഇനി നിങ്ങളും കൂടെ തുടങ്ങി. അല്ല തന്നെ ഞാനിവിടെ ഹാർഡ് ബ്രോക്കൺ ആയിട്ടിരിക്കാം. അപ്പോഴാ അവളോട് വഴക്കുണ്ടാക്കണ്ടായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഇവിടെ ആരോടും ഒന്നും പറയാൻ വയ്യേ? കണ്ടില്ല അവന്റെ പോക്ക്. മാളു, നീ എന്താ ഇത്ര ലേറ്റ് ആയേ? ലേറ്റ് ആയില്ലമ്മ. ആര് പറഞ്ഞു? നീ എപ്പോഴും 8:45 വരുന്നതാണല്ലോ. ഇതിപ്പോ 9 മണി കഴിഞ്ഞു. അതമ്മേ, നട തുറക്കാൻ താമസിച്ചു, അതാ. ഇനി നട തുറക്കുന്നതിന്റെ കറക്റ്റ് ടൈമൊക്കെ അറിഞ്ഞിട്ട് അമ്പലത്തിൽ പോയാൽ മതി, കേട്ടല്ലോ? വേഗം ചെല്ല്, ഓഫീസിൽ പോണ്ടേ. വെറുതെ മനുഷ്യൻ ടെൻഷൻ ആക്കാനുണ്ട്. അനു, അവരൊരു 15 minutes ലേറ്റ് ആയതിനാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിനീൻ അങ്ങനെയൊക്കെ പറയാം. മാളു ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴേ നെഞ്ചിൽ തീയ. എന്റെ മാളുവിനോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ തക്ക നോക്കിയിരിക്കായിരിക്കും അവൻ. നീ എത്ര കാലം അവളെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുവാനു? എനിക്ക് പറ്റുന്നിടത്തോളം കാലം. എന്തായാലും അവന്റെ ഒരാഗ്രഹം നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹലോ അശി, അല്ല, നീ ഇതെപ്പോ വന്നു? ഞാനോ? ഞാൻ വന്നിട്ട് ഒരുപാട് നേരമായി. നിങ്ങൾ സ്റ്റോറി മുഴുവനും പറഞ്ഞു തീർക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നീ സ്റ്റോറി മുഴുവനും കേട്ടോ? പിന്നെ എനിക്കിപ്പോ എല്ലാവരും നല്ല പരിചയ. പ്രത്യേകിച്ചും കുഞ്ഞേട്ടനെ. അതെ, നീയൊക്കെ ഇന്ന് ക്ലാസ് കയറുന്നുണ്ടെങ്കിൽ എളുപ്പമായ ടൈമായി. അയ്യോ, അപ്പൊ ആർക്കും ഒന്നും കഴിക്കണ്ടേ? കഴിക്കാൻ കയറിയ ചിലപ്പോ താമസിക്കും. ഇന്ന് ഫസ്റ്റ് അവർ തന്നെ ബീക്കർ മത്തായിടയാ. എന്നാ വാ, നമുക്ക് പെട്ടെന്ന് പോവാം. ബ്രേക്കിന് വല്ല ഇറങ്ങാം. ഹലോ ഗായ്സ്, ഹേ, ഐ ആം ബാക്ക് വിത്ത് മച്ച് ലവ്. എന്തൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പി അല്ലേ? സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി ഓൾവേസ്. ഇന്ന് ഞാൻ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടു. അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്നാൽ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട, ആ ക്വസ്റ്റ്യൻ അങ്ങ് പറയാമല്ലേ. ഒരു റൂമിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പരിചയപ്പെട്ടുള്ള എല്ലാ ആൾക്കാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഓക്കെ, നിങ്ങൾ ജനിച്ച നാൾ തൊട്ട് ഈ നിമിഷം വരെ നിങ്ങൾ പരിചയപ്പെട്ട എല്ലാ ആളുകളും ആ റൂമിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആ റൂമിലോട്ട് കയറ്റി വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ആദ്യത്തെ മുഖം അതാരുടേതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, ആലോചിക്കുമ്പോഴേക്കും നമുക്കൊരു പാട്ട് കേട്ട് വന്നാലോ? യു ആർ ലിസ്ണിംഗ് ടു അവർ കോളേജ് FM 94.6 with your favorite RJ, always much love Abi. പുലരുമ്പത്തൊട്ടെന്റെ വീടിന്റെ വാതിക്കെ കാത്തത് നിന്റെ മുഖമാണ്. മാനത്ത് മൂവന്തി ചായമടിച്ചു വരച്ചത് നിന്റെ പടമാണ്. അരുൺ, ഞാൻ പറഞ്ഞു കേട്ടല്ലോ, തന്റെ ക്ലാസ്സിനെ കുറിച്ച് ഇതിപ്പോ ഒരുപാട് കംപ്ലൈന്റ്സ് ആയിട്ട് എനിക്ക് കിട്ടുന്നു.
ഇതിനെ ആവർത്തിക്കുകയാണെങ്കിൽ ഹോൾ ക്ലാസിനെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. ഹേയ് നോ സർ, അത് വേണ്ട, ഞാൻ ഇന്ന് ശ്രദ്ധിച്ചോളാം. ആ, ശ്രദ്ധിച്ചാൽ തനിക്ക് അവർക്കും കൊള്ളാം. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, അവള് വരുമ്പോ ഞാൻ സിഗ്നൽ വരും, അപ്പൊ തന്നെ അത് പൊട്ടിച്ചാണ്. എടോ എടാ, അതൊക്കെ വേണോ? നീ ചുമ്മാ അങ്ങോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കാതെ. ഒന്നില്ലല്ലോ അവള് ഒരു രാത്രി മുഴുവൻ ഹോസ്പിറ്റലല്ലായിരുന്നോ? ആ ഒരു കൺസിഡറേഷൻ എങ്കിലും. എന്ത് കൺസിഡറേഷൻ? അവള് ഹോസ്പിറ്റലായിരുന്നെങ്കിൽ ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. പൊന്നാര മോള് രാത്രിയിൽ എന്നെ ഒരു പോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചില്ല, അറിയോ നിനക്ക്? അല്ലല്ല, രാത്രിയിൽ ഉറങ്ങാതെ നിങ്ങൾ അവിടെ എന്തെടുക്കുമായിരുന്നു? ഇനി ഞങ്ങളറിയാതെ എന്തെങ്കിലും ലൈൻ അവിടെ വെച്ചോ? എന്റെ വായിലിരിക്കുന്ന കേൾക്കണ്ടെങ്കിൽ മിണ്ടാതിരുന്നോ അവിടെ. നിനക്കൊക്കെ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റോ? വിട്ടുകളാളിയ, നീ പേടിക്കാതെ. മേഹുന നൻപണ്ട, ഇത് അവളുടെ തലയിൽ തന്നെ വീണിരിക്കും. ഇവന്മാര് പണി എഴുതി മേടിക്കും. അവര് വരുന്നുണ്ട്, നീ പൊട്ടിച്ചോ? ഓ, നശിപ്പിച്ചു. നിനക്ക് എന്തിന്റെ ക്രിമേഡിയായിരുന്നു? നീ കുറച്ച് നാളായല്ലോ അവളെ ചൊറിയാ നോക്കുന്നു. അത് സോറി റോസു, ആനമ ഒരു കയ്യബദ്ധം. കയ്യബദ്ധോ? ചെറുതരം കാണിച്ചിട്ട് സോറി പറയുന്നോടാ. എന്റെ റോസമ്മേ, അവൻ സോറി പറഞ്ഞില്ലേ, നീ വിട്ടുകളാ. മാധവ്, ഇത് കുറച്ച് കൂടുന്നുണ്ട്. എന്താടി നോക്കുന്നേ? നീ നല്ല പിള്ളയൊന്നും ചവണ്ടടാ മാധവ. നീയൊക്കെ ഇത് കരുതിക്കൂട്ടി തന്നെയാ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. അയ്യോ ആണോ? എന്നാ തമ്പുരായിട്ട് പോയി കേസ് കൊടുക്കും. മാധവ, നിനക്ക് ഒരു കോപ്പും അറിയില്ലടി. നീ ആടി ഇതിനെല്ലാത്തിനും കാരണം. ഞാനോ? ഈ ചതിത്തരെല്ലാം കാണിച്ചു കൂട്ടിട്ട് നിന്ന് ഡ്രാമ കളിക്കുന്നോടാ. മൈഥിലി വേണ്ട. രാഹുൽ, താ മാറ്. ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, ഒരു സമാധാന പ്രിയം വന്നേക്കുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ താൻ ആദ്യം തന്റെ ഫ്രണ്ട്സിനെ പോയി ഉപദേശിക്കും. നീയൊക്കെ നേരത്തെ തന്നെ ഇത് പ്ലാൻ ചെയ്ത് വെച്ചാന്നും ആ ഒരു ടാർഗറ്റ് അന്നമ്മയല്ല മൈഥിലായിരുന്നു എന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. അതുകൊണ്ട് നീ കൂടുതലൊന്നും ചലക്കണ്ട. അത് പറയാൻ നീ ആരടി? രാഹുൽ വേണ്ട, ആദ്യം നീ നിന്റെ ഫ്രണ്ട്സിൽ പോയി നന്നാവ്. നീ ആരടി? ഉണ്ണിയാർച്ചയോ? എല്ലാരും ഭരിപ്പിക്കാൻ. ഉണ്ണിയാർച്ചയാണോ ഝാൻസി റാണിയാണോ ഒന്ന് കാണിച്ചു തരാടങ്ങ്. ഏയ് മൈഥിലി, അത് വേണ്ട, ഞങ്ങളുടെ മാരിയെ തൊട്ടാണ്ടല്ലോ. അയ്യേ, മാഡിയോ? ഇവനോ? അതുമല്ല, നല്ല സ്റ്റൈലും ചെക്കന്മാരെ പോയി വിളിക്കണ്ട മോളെ. ഇവൻ മാഡിയല്ല, മാധവൻ. അതും വെറും മാധവനല്ല, പോത്തിരി മാധവൻ. എങ്ങനെയുണ്ട്? സ്റ്റൈലല്ലേ? പടക്കും മൈഥിലി. ആ, എന്താടാ? നിനക്ക് എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നേരിട്ട് വേണം, അല്ലാതെ ഇങ്ങനെ ഒളിപ്പോട് നടത്തുവല്ല വേണ്ട. മൈഥിലി, ഞങ്ങളുടെ മാഡിയെ തൊടാതെ മാറി നിന്നോ? തൊട്ടാ നീ എന്ത് ചെയ്യടി? തൊട്ട് നോക്ക്, അപ്പൊ അറിയാം മാഡിയുടെ ഫാൻസിന്റെ പവർ. ഇവന്മാരൊക്കെ കാണിക്കുന്ന ചെറുതർക്കെന്ന് കൂട്ട് വന്നിട്ട് നീയൊക്കെ ഫാൻസ് എന്ന പേരോ? നീയൊക്കെ എവിടെ നാടി വരുന്നത്? നിനക്കെന്താ ഇവിടുത്തെ ബോയ്സിനെ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ? ഒരു 4 വാലയുടെ സംഘവും അവന്മാരുടെ പുറകെ കുറെ വാലുകളും. ഞാൻ എന്താടാ? നിനക്കെന്താടി? ഇതിനെല്ലാത്തിനും കുറഞ്ഞ നീയോ? ആണോ? എന്നാ വാടാ.
എന്തുവാടോ ഇവിടെ? നിർത്തണോ? പടക്കല്ലേ നിർത്താൻ പറഞ്ഞേ. സ്റ്റോപ്പ് ഇറ്റ്. എന്തുവാണോ ഇതൊക്കെ? ഇത് ക്ലാസ് റൂമോ അതോ വല്ല ഗുണ്ടയുടെ താവളോ? ഒരു 5 മിനിറ്റ് താമസിച്ചപ്പോഴത്തേക്ക് നീ എല്ലാം കൂടെ ഇവിടെ കുട്ടിച്ചോറാക്കിയോ? എവിടെ ക്ലാസ് ലീഡർ? എവിടെ മൈഥിലി? താനൊക്കെ ഒരു ക്ലാസ് ലീഡറാണോ? ഒരു പ്രശ്നം ഉണ്ടാകാൻ നോക്കേണ്ട താൻ തന്നെ ഇതിന് മുൻപന്തിയിലുണ്ടായിരുന്നല്ലോ. കുറച്ചെങ്കിലും റെസ്പോൺസിബിലിറ്റി കാണിക്കണോ? സോറി സർ. എന്തിനാ ചിരിക്കുന്നത്? ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും എക്സ്പ്ലനേഷൻ ലെറ്റർ കിട്ടിയിരിക്കണം. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം. നിനക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോഴല്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ തോന്നുന്നേ? വാ, എല്ലാം എന്നെ എന്ത് കൂടെ വാ, പണി ഞാൻ തരാം. എന്താണ് നോക്കി നിൽക്കുന്നേ? ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ലാബ് കോട്ട്സ് ആൻഡ് ഫോളോ മീ. നമ്മള് ലാബിൽ കയറുക. മിണ്ടാതെ നിക്കട തണ്ടി. പിന്നെ മൈഥിലി, താൻ ഇവിടുത്തെ കാര്യം നോക്കിയിട്ട് ലാബിലോട്ട് വന്നാൽ മതി. ആദ്യം എത്ര ചെയർ നശിപ്പിച്ചു, എത്ര ഗ്ലാസ് പൊട്ടി, ഷെൽഫ്, ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള കണക്ക് ഇന്ന് വൈകുന്നേരം എനിക്ക് കിട്ടിയിരിക്കണം. എന്നിട്ട് വേണം ഒരു ബില്ല് എനിക്ക് അങ്ങോട്ട് തരാൻ. ഇതെല്ലാം ഓക്കെ ആക്കിയിട്ട് താൻ ലാബിലോട്ട് വന്നാൽ മതി, കേട്ടല്ലോ? ഓക്കെ സർ. ബാക്കിയുള്ള എല്ലാവരും ലാബിലോട്ട് വാ. എന്നാ ശരി മോളെ മൈഥിലി, നീ ഇവിടെ മുഴുവനും ക്ലീൻ ആക്കി കണക്കെടുത്തിട്ട് വാ. ചേട്ടന്മാര് ലാബിൽ പോയി പഠിക്കട്ടെ. രാഹുൽ, ലാബിൽ കയറുമ്പോ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലാട്ടോ. ഒത്തിരി അടുത്ത് നിൽക്കുന്നേ, ചിലപ്പോ ലാബ് തന്നെ കത്തിപ്പോ. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ മതം വേണ്ട. നീ വേണ്ടത് പ്രശ്നത്തിനൊന്നും പോകണ്ട. വാടാ. ചുമ്മാതെ ഇരിക്കുമ്പോ തിന്നൊക്കെ എല്ലിന്റെ ഇടയിൽ കയറും നിന്റെയൊക്കെ. അതുകൊണ്ട് വെറുതെ ഇരിക്കാതെ നീയൊക്കെ ഈ ലാബ് ഒന്ന് വൃത്തിയാക്കും. സാറേ, അപ്പൊ ഞങ്ങൾ പ്രാക്ടിക്കൽസിനല്ല ഇങ്ങോട്ട് കയറ്റിയേ. അത് കഷ്ടായിപ്പോ സാറ്. പ്രാക്ടിക്കലൊക്കെ ചെയ്യാൻ പോകുന്ന മുതല് ആസിഡ് ഏതോ ആൽക്കലി ഏതോ തിരിച്ചറിയാത്ത നീയൊക്കെ എന്തോ പ്രാക്ടിക്കൽ ആടാ ചെയ്യാൻ നോക്കുന്നത്. ആദ്യമൊക്കെ നീയൊക്കെ അതൊക്കെ എന്താന്ന് പോയി പഠിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ജോലി ചെയ്യുക. നെക്സ്റ്റ് വീക്ക് സീനിയേഴ്സിന്റെ എക്സാം വരുവാ. അതിനു മുമ്പ് ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? സർ, അരുൺ സാറിന്റെ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട്. ക്ലാസ്സിലെ ബഹളം അറിഞ്ഞുകൊണ്ടുള്ള വെളിയായിരിക്കും. ഈ വർഷം ഈ സാത്താൻ കുഞ്ഞുങ്ങളെ ആണല്ലോ നീ എനിക്ക് തന്ന എന്റെ കർത്താവേ. ഇതുങ്ങളെയൊക്കെ 3 വർഷം സഹിക്കുന്നതിന്റെ പാട്. ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ വരും. ഇവിടെ മര്യാദയ്ക്ക് നിന്നോണം. ലാബ് ആണെന്നുള്ള ബോധം വേണം എല്ലാത്തിനും. എടാ, നീ എന്താ മാറി നിൽക്കുന്നേ? നീ വന്നേ. ഞാനില്ല, എനിക്കൊന്നും ഇതൊന്നും ചെയ്യാം. മാധു, താനതൊന്നും ചെയ്യണ്ട. തന്റെ ജോലിയും കൂടെ ഞങ്ങൾ ചെയ്തോളാം. ഓക്കെ? ഒന്ന് ഒലിപ്പിക്കാതെ പോടി. വാ, നമുക്ക് ആദ്യം ആ ഏരിയ ക്ലീൻ ചെയ്യാം. ഓക്കെ? അശി, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നീ ഉമ്മാനൊന്നും കൂടെ നിൽക്കണ്ട. നീ ഞങ്ങളിവിടെ വന്നാൽ മതി. അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാനിവിടെ നിന്നാ ചിലപ്പോ യുവമാരെ എന്റെ വായിരിക്കുന്ന കേൾക്കും. അയ്യോ പാവം മൈഥിലി, അവള് ക്ലാസ്സിൽ ഒറ്റയ്ക്കാ. അതെ, എല്ലാവരും കാരണം യുവമാരാ. ഇനി അവന്മാർ ഇതിലെ പിടിച്ച് തൂങ്ങണ്ട. സാറ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ക്ലാസ് കിടന്ന് വഴക്കുണ്ടാക്കുന്ന പോലെയല്ല, ഇത് ലാബാ. ചുറ്റിനും ഫുള്ള് കെമിക്കൽസ് ആണെന്നുള്ള ബോധം വേണം എല്ലാവർക്കും.
നമ്മളോടാ കളി. ആസിഡ് ഏതാ? പിന്നെ സാറെന്താ പറഞ്ഞേ? മറന്നുപോയല്ലോ. എടാ സാറ് ആസിഡിന്റെ കൂടെ എന്തോ പേര് പറഞ്ഞായിരുന്നല്ലോ, അതെന്താ? ആർക്കറിയാം, ഇതൊക്കെ കേൾക്കാൻ നമുക്ക് എവിടെ നേരം. ഓട്ടപ്പുല്ല്. എന്തായാലും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഇന്ന് കണ്ടുപിടിച്ചിട്ടാണ് കാര്യം. എന്റെ എത്ര നാളത്തെ ആഗ്രഹം എന്നറിയത് നേരിട്ട് കാണാൻ. എന്റെ ആസിഡ് ഭഗവതി അതാണേ. അരെ വാ, എന്തൊക്കെ തരത്തിലുള്ള വെള്ളങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നോക്കി. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്. എന്തു കളിയാ? ഇതൊക്കെ വന്ന് നോക്കടേ, എന്തൊക്കെയാ നോക്ക്. ഇതിന്റെ പെയിന്റ് ഇവിടെയോ? എല്ലാ കളേഴ്സും ഉണ്ടല്ലോ. അളിയാ, നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്താലോ? അതൊക്കെ വേണം അളിയാ, സാറില്ലാതെ ആവിഷ്കരിക്കാം. നീ പേടിക്കാതെ, ഇതൊക്കെ എന്ത് സിമ്പിൾ. നീ നോക്കിക്കേ, ഈ കളേഴ്സ് എല്ലാം കൂടി ചേരുന്നതല്ലേ ഈ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കളേഴ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്താ ലൈറ്റ് കിട്ടുമെന്ന് നോക്കിയാലോ? എന്തോന്ന്? നീ വേടാ. ഇതിനിടയ്ക്ക് അവന്മാരെവിടെ പോയി? വാ നോക്കാം. Beautiful people. I am sorry, Alia. I am sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു.